MSC എൽസ3യുടെ ഉടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ വിഴിഞ്ഞം തീരം വിടുന്നത് ഹൈക്കോടതി തടഞ്ഞു. MSC മാൻസ എഫ് കപ്പൽ വിഴിഞ്ഞം വിടുന്നതിനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിലക്ക്. വിഴിഞ്ഞം തുറമുഖം അധികൃതർക്കാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. തന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തരുതെന്ന് ചൂണ്ടിക്കാട്ടി BJP സിൻഡിക്കേറ്റ് അംഗം നൽകിയ പരാതിയിൽ പ്രതികരണവുമായി റാപ്പർ വേടൻ. പാട്ട് പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ തന്റെ പാട്ട് കേൾക്കുമെന്നും തന്റെ പണി നിർത്താൻ തീരുമാനിച്ചിട്ടില്ലെന്നും വേടൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. താൻ പറഞ്ഞിട്ടൊന്നുമല്ല പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയതെന്നും വേടൻ കൂട്ടിച്ചേർത്തു. കൊച്ചി കോഴിക്കോട് പുറംകടലിലുണ്ടായ കപ്പൽ ദുരന്തങ്ങളിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശനഷ്ടം പരിശോധിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കപ്പൽ അപകടങ്ങളിൽ കർശന നടപടി വേണം. ഒരു തവണ കർശന നടപടി എടുക്കാതിരുന്നാൽ അക്കാര്യം ശീലമായി മാറും. പരിസ്ഥിതിക്കുണ്ടാവുന്ന നഷ്ടം സാമ്പത്തിക നഷ്ടമായി കണക്കാക്കുമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്തെ തള്ളി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഉമർ ഫൈസിയുടേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അയാൾ പറഞ്ഞതിന് എന്നോട് ചോദിക്കരുതെന്നും ജിഫ്രി തങ്ങൾ കൂട്ടിച്ചേർത്തു. തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തിരിമറി കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആദ്യമേ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ദിയ കൃഷ്ണ. മുമ്പോട്ട് നല്ലത് നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതായും പോലീസ് ആവശ്യപ്പെട്ട തെളിവുകളെല്ലാം നൽകിയെന്നും ദിയ പറഞ്ഞു. നാളെ അച്ഛനും അമ്മയ്ക്കുമെതിരെ വരെ ആരോപണങ്ങൾ വന്നേക്കാം. എന്താണെങ്കിലും തെളിവ് കൊണ്ടുവരട്ടെ എന്നും ദിയ കൂട്ടിച്ചേർത്തു. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരാഖണ്ഡിലെ കേദർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്വയം ജീവനൊടുക്കിയതാവാമെന്നാണ് പോലീസ് നിഗമനം. നിലമ്പൂർ ആഴ്ചക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. UDF അനുഭാവികളിൽ നിന്ന് നടക്കുന്ന നിന്ദ്യമായ സൈബർ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്തതും സാംസ്കാരികമായി അധപ്പതിച്ചതുമായ ഒരു പ്രവണതയാണിതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രചാരണത്തിനെത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമീപനം എന്താണെന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ഐക്യത്തെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധി പരസ്യമായ നിലപാട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണു. 242 പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. മരിച്ചവരിൽ മലയാളികളുമുണ്ടെന്ന് സംശയം. മേഘാനഗറിന് സമീപം പറന്നുയർന്ന് അല്പസമയത്തിനുള്ളിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു. വിമാനത്താവളത്തിന് സമീപം ജനവാസ മേഖലയിലായിരുന്നു സംഭവം. ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാനത്തിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരും ഉണ്ടായിരുന്നതായാണ് വിവരം. ദുരന്തത്തിൽ പ്രധാനമന്ത്രി അനുശോചിച്ചു. സോഷ്യൽ മീഡിയ താരം കമൽ കൗറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പഞ്ചാബിലെ ബട്ടിണ്ടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി ബട്ടിണ്ടയിലെ ആദേശ് മെഡിക്കൽ സർവകലാശാലയ്ക്ക് സമീപം നിർത്തിയിട്ടിരിക്കുന്ന കാറിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതിരോധ ബഡ്ജറ്റ് 20% വർദ്ധിപ്പിച്ച് പാകിസ്ഥാൻ അതിന്റെ മൊത്തം ബഡ്ജറ്റിൽ 6.9% കുറവ് വരുത്തിയപ്പോഴാണ് പ്രതിരോധ ബഡ്ജറ്റ് 20% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അടുത്ത കാലത്ത് പ്രതിരോധ ബഡ്ജറ്റിൽ വരുത്തിയ ഏറ്റവും ഉയർന്ന വർധനവാണിത്.